നമസ്കാരം ഗായ്സ്, വെൽക്കം ടു സദ്യ സീരീസ് ഓഫ് റെസിപ്പീസ് ഡേ 5. ഇന്നത്തെ റെസിപ്പിയാണ് വെള്ളരിക്ക പച്ചടി. ഫോർ മൈ നോൺ മലയാളി ഫ്രണ്ട്സ്, ഇറ്റ്സ് ക്യൂക്കംബർ പച്ചടി, ബേസിക്കലി റൈത്ത, വൺ ടൈപ്പ് ഓഫ് റൈത്ത. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് വെള്ളരിക്ക കണ്ടിച്ച് അതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കുക്കറിനകത്ത് ഒരു 2 വിസിൽ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്പണായിട്ടിട്ട് വേവിക്കാം, പക്ഷെ അതിൽ കുറേ സമയം എടുക്കും, കുറേ ഗ്യാസും പോകും. അതുകൊണ്ട് കുക്കറിനകത്തിട്ട് ഒരു 2 വിസിൽ കൊടുത്താൽ മതി. ഇനി നമ്മളിതിൽ വെള്ളം സ്ട്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. ആ വെള്ളരിക്കയൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് മാഷ് ചെയ്ത് കൊടുക്കാം. ഫുൾ തിന്നാവുന്നിടം വരെ നമുക്ക് നല്ലോണം ഇത് മാഷ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇതിൽ തന്നെ കുറേ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. നമ്മൾ ആദ്യം ആ വെള്ളം മാറ്റി കാര്യമായിപ്പോയി, അല്ലെങ്കിൽ ഇത് ഫുൾ വെള്ളമായിപ്പോയനെ. അപ്പോൾ ഇത് മാഷ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം സൈഡിലോട്ട്. ഈ ഒരു കൺസിസ്റ്റൻസി വേണേ. ഇനി നമ്മളൊരു ഗ്രൈൻഡറിനകത്ത് കുറച്ച് തേങ്ങ എടുത്തിട്ട് 2-3 ഗ്രീൻ ചില്ലീസ്, പിന്നെ കുറച്ച് ജീരകം, പിന്നെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളിയും ഇഞ്ചിയും 2-3 ഷാലറ്റ്സ്, ചെറിയ ഉള്ളി, നല്ലോണം ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിടാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലോട്ട് 2-3 വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലോട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മാഷ് ചെയ്ത് വെച്ച വെള്ളരിക്കയുണ്ട്, അതെടുത്ത് ഇതിലോട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് രണ്ടും പ്രോപ്പറായിട്ട് മിക്സ് ആവുന്നിടം വരെ നമ്മളിത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് വരുമ്പോൾ നമ്മൾ അടിച്ച് വെച്ച തൈര് ഇതിലോട്ടിടണം. പിന്നെ ഒരു കാര്യം മറക്കരുത്, നമ്മൾ ഈ തൈര് ചേർക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തേക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല. എന്താ, നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തത് കുക്ക് ചെയ്യുവാണെങ്കിൽ തൈര് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സോ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തൈര് ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ ചോറും കറികളുടെ കൂടെ സൈഡ് ഡിഷായിട്ട് തൊട്ടുകൂട്ടാൻ നല്ല രുചിയാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്ത് പറയുക ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന്. ഇനി ഞാൻ അടുത്ത വീഡിയോയിൽ അടുത്ത റെസിപ്പി ആയിട്ട് വരാം. അപ്പോഴത്തേക്ക് ടാറ്റാ, ബൈ ബൈ.